Hi, Namaste, welcome back to my channel Wing Trader. ഓപ്ഷൻസിൽ ഈസി ആയിട്ട് പ്രോഫിറ്റ് എടുക്കാം. അത് 1 മിനിറ്റ് ആയിക്കോട്ടെ 5 മിനിറ്റ്സ് ആയിക്കോട്ടെ ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ വിങ് ട്രേഡിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ സ്കാൽപ്പിംഗ് ആണെങ്കിലും നമുക്ക് ഇൻട്രാഡേ ആണെങ്കിലും നമ്മുടെ സോഫ്റ്റ്വെയറിൽ അതിനകത്ത് പെർഫെക്റ്റ്, അതായത് ഫേക്ക് അപ്പ് ഡൗൺസ് തിരിച്ചറിഞ്ഞ് നമുക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയിൽ ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 5th ജൂണിലെ പെർഫോമൻസ് ആണ്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മോർണിംഗിൽ ഒരു നല്ലൊരു ഹൈക്ക് മാർക്കറ്റ് കയറിയിട്ടുണ്ട്, അപ് ട്രെൻഡ്. അത് നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് ആയിരുന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഇറങ്ങാൻ നോക്കി, പക്ഷേ ഒരു സ്ട്രോങ് ഡൗൺ അല്ലായിരുന്നു. അത് 5 മിനിറ്റ്സിൽ കറക്റ്റായിട്ട് പിക്ക് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് പിന്നീട് ഒരു ഹൈക്കായിരുന്നു. അത് നല്ല റിട്ടേൺസ് ഉണ്ടായി നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് നിഫ്റ്റിയുടെ 1 മിനിറ്റ് നോക്കിയാണ് നമുക്ക് നല്ലൊരു ഡൗണിഷ്, നമുക്ക് ലാസ്റ്റത്തെ ട്രേഡ് വെച്ച് നോക്കാൻ നല്ലൊരു ഡൗണിഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്കാൽപ്പിംഗ് ട്രേഡ് നമുക്ക് 1 മിനിറ്റിലൂടെ മോർണിംഗ് ലെവലിലും അതേപോലെ ക്ലോസിംഗ് ലെവലിലും ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാം 1 മിനിറ്റ് സ്ട്രാറ്റജിയിലൂടെ. അതേപോലെ 5 മിനിറ്റ്സും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫേക്ക് അപ്പ് ഡൗൺ തിരിച്ചറിഞ്ഞ് ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് നമുക്ക് എടുക്കാൻ സാധിക്കും. ഷോർട്ട് അടിക്കണോ, ലോങ് അടിക്കണോ, കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യണോ, ഇവിടെ നമുക്ക് എങ്ങനത്തെ പോർഷനാണ് നമുക്ക് നമുക്ക് കറക്റ്റായിട്ടൊരു ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ടാവും സോഫ്റ്റ്വെയർ. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലെ മാർക്കറ്റ് വലിയൊരു ട്രെൻഡ് ഉണ്ടായിരുന്നില്ല. മാർക്കറ്റ് ബൈ ട്രേഡ് പോകുന്നതിനും നമുക്ക് റേഞ്ചിലായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ തന്നെ അത് കണ്ടിന്യൂവേഷൻ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. അവിടെ സ്കാൽപ്പിങ്ങിൽ വെച്ച് നോക്കുകയാണെങ്കിൽ 1 മിനിറ്റിൽ നമുക്ക് അവിടെ നല്ല ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ മോർണിംഗിൽ തന്നെ. ഇപ്പോൾ ഇന്നത്തെ 1 മിനിറ്റിലെ ട്രേഡ് നോക്കുകയാണെങ്കിൽ രാവിലെ 9:15 തന്നെ സിഗ്നൽ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഗ്രീൻ കളർ അപ്പാർത്ത് ഇവിടെ താഴെ തന്നിട്ടുണ്ട്. അത് സിഗ്നൽ വന്ന് റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കയറിയിട്ടുണ്ടായിരുന്നു. നല്ല ഹൈക്കാണ് പോയത്. അത് കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് സെല്ലും തന്ന് സപ്പോർട്ട് അടിച്ച് താഴോട്ട് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു ഷോർട്ടായിട്ട് നമുക്ക് കോളും പുട്ടും എടുക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. നല്ല റിട്ടേൺസ് ആയിരുന്നു കിട്ടിയത്. അപ്പോൾ നമുക്ക് സ്ട്രൈക്കിൻ്റെ ചാർട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. നമ്മൾ ഏതാണ് സ്ട്രൈക്ക് ചൂസ് ചെയ്യുന്നത് അത് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇന്നത്തെ ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ 24,600 നമുക്ക് കോൾ ഓപ്ഷൻ 600 500 കോൾ ഓപ്ഷൻ ആഡ് ചെയ്യാം. അത് വ്യൂവിൽ സിമ്പിൾസിൽ പോയിട്ട് നമുക്ക് നിഫ്റ്റി ഓപ്ഷൻസിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഇത് 24,400 കോൾ ഓപ്ഷൻ ആണ്. ഇത് മോർണിംഗിൽ തന്നെ നമുക്ക് അവിടെ ബൈസിക്കിൽ തന്നിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 236 നിന്ന് കയറിയ പോർഷൻ നമുക്ക് നല്ലൊരു ഹൈക്ക് 359 വരെ മോർണിംഗിൽ ഒറ്റ ഹൈക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് ചെറിയൊരു ഡൗണിഷിലേക്ക് ഇറങ്ങിയത്. പിന്നെയും നമുക്ക് തിരിച്ച് 2 പ്രാവശ്യമായിട്ട് ബൈ കയറിയിട്ടുണ്ട്. നല്ല ഹൈക്കായിരുന്നു അവിടെ കിട്ടിയത്. സ്ട്രോങ് റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് നല്ലൊരു ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ് നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ ട്രേഡ് ചെയ്യാനായിട്ട്. നമുക്ക് ഒരു ട്രേഡ് ഒരു സിഗ്നൽസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മുകളിലും താഴെയും സോഫ്റ്റ്വെയർ തരും. അതിനകത്ത് ഏത് സമയത്താണ് വന്നാൽ അതിൻ്റെ എൻട്രി പോയിന്റ് ടാർഗറ്റും. അപ്പോൾ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ കൺഫർമേഷൻ, അതായത് നമുക്ക് ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും പ്രൈസ് ആൻഡ് സെൽ സോൺ, ഇത് 3 ഓക്കെ ആയ ശേഷം മാത്രമേ ട്രേഡ് എടുക്കാവൂ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ട്രേഡ് ഇവിടെ നമുക്ക് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും കൺഫർമേഷൻ കിട്ടിയത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പം ഇതുപോലത്തെ ട്രേഡുകൾ നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു ട്രേഡ് അല്ലാത്തതുകൊണ്ടാണ് കൺഫർമേഷൻ നമുക്ക് കുറച്ചുകൂടെ ഇറങ്ങിയിട്ട് തന്നെ. അതുപോലത്തെ ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്കാൽപ്പിങ്ങിൽ എടുക്കാവും. ചെറിയ ട്രേഡ് എടുത്ത് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാൻ സ്ട്രോങ് ആയിട്ട് ഡൗൺ ആകത്തില്ല. സ്ട്രോങ് ഡൗൺ ആണല്ലേ സ്ട്രോങ് അപ്പിലേക്ക് പോകുന്ന ട്രേഡുകൾ കറക്റ്റ് കൺഫർമേഷൻ ലെവൽസ് അവിടെ മാച്ച് ചെയ്യുകയും ചെയ്യും. അവിടെ നിന്ന് റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ട്രേഡ് നമുക്ക് സെൽ ട്രേഡിൽ കിട്ടിയിട്ടില്ല, എന്നാൽ ഷോർട്ട് അടിക്കാനുള്ളൊരു പോർഷൻ സ്കാൽപ്പിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ട്രേഡുകൾ 1 മിനിറ്റിൽ പിക്ക് ചെയ്താൽ മതി. ഓക്കെ, 1 മിനിറ്റിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈസിയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ ട്രേഡ് എടുക്കാൻ. സിഗ്നൽസ് വന്ന് കൺഫർമേഷൻ വരുമ്പോൾ നമുക്ക് നേരെ കയറി ട്രേഡ് എടുക്കുക. കൺഫർമേഷൻ വന്ന് റിവേഴ്സ് എക്സിറ്റ് ലെവൽ നമുക്ക് ട്രെൻഡ് ലൈൻ നോക്കിയിട്ട് എക്സിറ്റ് ചെയ്യാം. അതേപോലെ കളർ ചേഞ്ച് നോക്കിയിട്ട് എക്സിറ്റ് ചെയ്യാം. താഴത്തെ സോൺ മാറുന്നതനുസരിച്ച് ചേഞ്ച് ചെയ്യാം. ട്രെൻഡ് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് എക്സിറ്റ് അടിക്കാം. ഇതുപോലത്തെ പല സിറ്റുവേഷൻസ് നമുക്ക് സോഫ്റ്റ്വെയർ മെസ്സേജ് ആയിട്ടോ അതുപോലെ ട്രെൻഡ് ചേഞ്ച് ആയതിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് അവിടെ തരും. അതിനനുസരിച്ച് പോർഷൻ കറക്റ്റായിട്ട് നമുക്കൊരു ഒരുപാട് ലോസിലേക്ക് പോകുന്നതിന് മുമ്പ് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഇൻഫർമേഷൻ നമ്മുടെ സോഫ്റ്റ്വെയറുടെ കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം.